الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه يكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم إنا نسألك بحق النبي المصطفى محمد صلى الله عليه وسلم وبحق الفاتحة المعلمة أن تبارك لنا في كل أمورنا سيما في مجلسنا هذا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا، ربنا اغفر وارحم والدينا، ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സ്വാഗതം പറയുന്നതിന് വേണ്ടി ദാറുൽ ഖുർആൻ്റെ കമ്മിറ്റി അംഗവും ബഹുമാനപ്പെട്ട SKSO പാഴൂർ മേഖലയുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഉസ്താദിൻ്റെ രാവിലെ മുതൽ ഇവിടെ തുടങ്ങിയ വളരെ മഹത്തായ ഒരു ക്ലാസ്സാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ ക്ലാസ് അള്ളാഹ് ദിവ്യാനുരാഗ പ്രകീർത്തന സദസ്സിൻ്റെ 300ാമത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയായി. അതിൻ്റെ 313ാമത്തെ പരിപാടിയുടെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് 313ാമത്തെ പരിപാടിയും അതിൻ്റെ മുമ്പ് നടക്കുന്ന പരിപാടികളൊക്കെ വിജയിപ്പിക്കണം. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സയ്യിദ് ആഷിഖ് അലി തങ്ങളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ഹമീദ് ഫൈലി അമ്പലക്കടവ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, OP അഷ്റഫ് മൗലവി, അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ഉസ്താദ് റഹ്മത്തുള്ളാഹി കാസിമി മുഥേടം തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ഞാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഈ സ്റ്റേജിലും സദസ്സിലുമൊക്കെയുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉസ്താദിനെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആഷിഖ് അലി തങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതലും പിരിയലൊക്കെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളെ കബൂലാക്കട്ടെ. ഇവിടെ നമ്മുടെ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ സദസ്സിലും വേദിയിലൊക്കെ ഇരിക്കുന്ന നേതാക്കന്മാർ, അതുപോലെ നമ്മളെ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ, റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത്തരമൊരു സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടുകൂടി യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ വൈകിയ വേളയിൽ നമ്മുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കാനുള്ള ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കളെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ആദരവും ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്.
ആദരണീയരായ റഹ്മത്തുള്ള ഖാസിമി ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരെ, അനുഗ്രഹീതമായ ഈ ആത്മീയ സദസ്സിൽ തെറ്റാതെ എല്ലാ ആഴ്ചയും കൃത്യമായി പങ്കെടുത്ത് അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിൽ ലയിച്ചു ചേർന്ന് കണ്ണീർ വാർത്ത് അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് മനസ്സിന് മാറ്റം വന്ന് നല്ല നിലയിൽ ജീവിക്കുന്ന എൻ്റെ പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ അനുഗ്രഹീതമായ പരിപാടി ഈ വിഷയത്തിൽ മാത്രം 300 ക്ലാസ്സുകൾ പിന്നിട്ടു. 313ാമത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കണമെന്ന ആഗ്രഹം ബഹുമാന്യനായ ഖാസിമി പ്രകടിപ്പിച്ചു. തീർച്ചയായും ഒരു നല്ല സദസ്സ് സംഘടിപ്പിച്ച് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് തീർച്ചയായും ഉചിതമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഔജ്വല്യം അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. സത്യത്തിൽ ഈ ക്ലാസ് ഈ ഇരിക്കുന്ന ആളുകളും ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിമിതമായ ആളുകളിലും ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന് നമുക്കറിയാം. ഒരേ സമയം ജനലക്ഷങ്ങൾ വീക്ഷിക്കുകയും അവർക്ക് പാഠമാകേണ്ടതുമായ ഒരു പരമ്പരയാണിത്. എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് സംഘടനാപരമായ സങ്കടകരമായ ചില സാഹചര്യങ്ങളാണ്. അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. ഈ ദുഃഖകരമായ ചുറ്റുപാട് മാറി ഇസ്സത്തോടുകൂടി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ സമൂഹത്തിൽ ഒത്തൊരുമിച്ച് സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഖാസിമി ഉസ്താദിനെ പോലെ നന്നായി പഠിച്ച് അവതരിപ്പിക്കാൻ ശേഷിയുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണം അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, കേൾക്കാനും കേൾപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകാൻ വേണ്ടി പടച്ച റബ്ബിനോട് ഈ ക്ലാസ്സുകളിലും ക്ലാസ് കഴിഞ്ഞിട്ടും 5 വക്തിലും നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായി നമുക്ക് ആ 313ാമത് പ്രഭാഷണ സദസ്സ് വിജയിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സദസ്സിൻ്റെ ബർക്കത്തിനും ഭംഗിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മൻസൂർ പുത്തനത്താണി മജ്ലിസിലുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ പറ്റി ഒരല്പം ഉള്ള ഒരു പാട്ട് പാടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹ് മാത്രം കൊള്ളാടാൻ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എള്ളിലെണ്ണ പോൽ കള്ളിൽ ലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റേ വീടേയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ, പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലയെ
ഭയക്കണ്ടടോ ഉപ്പയെ പ്രിയം വച്ച രീതി അള്ളയെ പ്രിയം വെക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു സ്വർഗമാണല്ല നരകമല്ലിടും സ്നേഹമാണവനറിയടോ നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു കള്ളുഷാപ്പിനെ കേറിടാത്തത് സ്വർഗക്കള്ളിന് കോപിച്ചിട്ടോ പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൗറിമാരെ നീ നെച്ചിട്ടോ ലാ ഇലാഹ വിഡ്ഢികളുടെ സ്വർഗ സൗഖ്യങ്ങൾ പുല്ല് പോലെ നീ തള്ളടോ കള്ളുഷാപ്പല്ല ദേശത്തോപ്പല്ല സ്വർഗമല്ല എന്നോർക്കടോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട OP അഷ്റഫ് സാഹിബിൻ്റെ എളാപ്പ മരിച്ച മൂന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തിടുക്കമുണ്ട്. അദ്ദേഹത്തെ ഒരു ആശംസ പ്രഭാഷണത്തിന് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ 200ാമത് പ്രഭാഷണത്തെ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയും അതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തതുപോലെ ഈ വരുന്ന 313ാമത് പ്രഭാഷണത്തെ ഉജ്ജ്വലമായ വേദിയാക്കി മാറ്റുകയും പരമാവധി വിശ്വാസികളിലേക്ക് ഈ സദസ്സിൻ്റെ മധുരമെത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ഇന്നത്തെ സംഗമം കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന SKSF-ൻ്റെ ആസ്ഥാന കേന്ദ്രമായ ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ച് അതിൻ്റെ കീഴിൽ വന്യരായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ജനറൽ സെക്രട്ടറിയുമായ ഒരു സമിതിയുടെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കരുത്തോടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ധാരയിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വന്യപിതാവിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്ന് അതിൻ്റെ ദിക്റിൻ്റെ ദിവസമാണ്.
അതിൻ്റെ സമയം ആയതുകൊണ്ട് പെട്ടെന്ന് പിരിയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണമെന്നും നിസ്കാരങ്ങൾ, ജനാസ നിസ്കാരം നിങ്ങളുടെയൊക്കെ പള്ളികളിൽ വെച്ച് നിർവഹിക്കാൻ വേണ്ടത് ചെയ്യണമെന്നും അറിയിക്കുകയാണ്. കോയക്കുട്ടി എരഞ്ഞിക്കൽ എന്നാണ് പേര്. നേരത്തെ 2 ആഴ്ച മുമ്പ് അവരുടെ നേരെ ജ്യേഷ്ഠൻ കുട്ടൂസ എന്നിവരും വഫാത്തായി. 2 പിതൃ സഹോദരന്മാർ 2 ആഴ്ചക്കുള്ളിൽ വിട പറഞ്ഞു. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ഉണർത്തി. അള്ളാഹു അവരെയും നമ്മെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയ ജീവിതം സന്തോഷപ്രദമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെ മിസ്ലു സവാബ് അവരുടെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കളുടെയും ഒക്കെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മുസ്തഫ മാഷ മുണ്ടുപാറ ആശംസ പ്രഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ തങ്ങളവർകളെ, ബഹുമാന്യ ഹമീദ് ഫൈസി, ഖാസിം ഉസ്താദ് ഒപ്പി ഉൾപ്പെടെ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, ആത്മീയ ലോകത്ത് മലയാളക്കരയിൽ വലിയ മുന്നേറ്റത്തിന് ചാലക ശക്തിയായ ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന യാ അല്ലാഹ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന 300ാമത് പ്രഭാഷണത്തിൽ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞത് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി 313ാമത് പരിപാടി ഇൻഷാ അല്ലാഹ് അതിവിപുലമായി, അതിഗംഭീരമായി തന്നെ ഇവിടെ വെച്ച് നടത്താനുള്ള പ്രഖ്യാപനമാണ് ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യനായ ഖാസിമി ഉസ്താദ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട് ഇസ്ലാമിക് സെൻറ്ററിൽ തുടക്കം കുറിച്ച വലിയ ഒരാത്മീയ മുന്നേറ്റമാണ് കെട്ടുപോകാതെ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്ന് മനസ്യൂതം മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അതിൽ പങ്കാളികളാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരനുഗ്രഹമായി തന്നെ കാണുക. നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. നമുക്കറിയാം, കോഴിക്കോട് നടന്നിരുന്ന ആ ഖുർആൻ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നടന്നിരുന്ന ഖുർആൻ ക്ലാസ്സുകൾ ഏകദേശം 10-15 വർഷങ്ങൾ തുടർച്ചയായി നടന്നു. ആയിരക്കണക്കിന് ആളുകൾ അക്കാരണത്താൽ ആത്മീയമായ വലിയ തലത്തിലേക്ക് ഉയരാൻ സാധ്യമായ ഒരു ഖുർആൻ ക്ലാസ്, ഇതുപോലെയൊരു കൂട്ടായ സംവിധാനം നമ്മുടെ കേരളത്തിൽ ഖാസിമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ സംഭവമല്ല. അൽഹംദുലില്ലാ, ഈ വിഷയങ്ങൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ക്ലാസ്സുകളും കൃത്യമായി വേറെ ഒരു താല്പര്യവുമില്ലാതെ അള്ളാഹ് എന്ന കേന്ദ്രത്തിലേക്ക് മാത്രം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരനുഭൂതി, എന്തു സംഭവിച്ചാലും എനിക്ക് എൻ്റെ റബ്ബുണ്ട് എന്ന ആ കരുത്ത് പകരുന്നതിൽ ഉസ്താദിൻ്റെ ഈ സംസാരം നമുക്ക് വല്ലാതെ ഹൃദയാവർജകമായി തന്നെ ഉപകാരപ്പെടുകയാണ്. അപ്പോൾ നമുക്കിത് 13ാമത്തെ പരിപാടി, 313ാമത്തെ ബദരീങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ 13ാമത്തെ പരിപാടി ഇൻഷാ അല്ലാഹ് ഗംഭീരമായി നമുക്ക് നടത്തണം. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പരിപാടി നടത്തുക എന്നതിനപ്പുറം ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു ശീർഷകത്തിലേക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ്. അല്ലാതെ പരിപാടിക്ക് ഇഷ്ടം പോലെ, ഇപ്പം നമുക്കൊക്കെ പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വലിയ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. അത് കേവലം ഒരു സംഘടനാ പരിപാടി എന്നതിനപ്പുറം ഇതിന് നമ്മൾ കാണുന്നത് ആത്മീയമായ ഒരു മുന്നേറ്റത്തിൻ്റെ വേദി എന്ന നിലക്കാണ്.
അപ്പോൾ ആ പരിപാടിയിലൂടെ നമുക്ക് കുറച്ചുകൂടെ ആളുകളെ ഇതിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ അമിത് വൈസി ഇവിടെ സൂചിപ്പിച്ചു, അടിസ്ഥാനപരമായി ഇവിടെ വരുന്ന ആളുകളും ഏതാനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആളുകൾക്കും അപ്പുറം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ മുഴുവൻ ആളുകളിലേക്കും എത്തിക്കേണ്ട നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാകുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ശീർഷകമാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഉൾപ്പെടെയുള്ള ഉസ്താദിൻ്റെ നേതൃത്വത്തോടു കൂടി നടന്നു പോകുന്ന ഈ സംവിധാനം മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇനിയും ഇതും വളരേണ്ടതുണ്ട്, നമ്മുടെ ദീനീ സംരംഭങ്ങളും വളരേണ്ടതുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത പരിപാടി അതിഗംഭീരമായി നടത്തുന്നതിനെ കുറിച്ചുകൊണ്ട് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുകയും അതിനാവശ്യമായ പദ്ധതികൾ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഒരു ചെറിയ ദുആ നടത്തി പിരിയ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. സാദാത്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ആശിം തങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം സ്റ്റേജിൽ വരാത്തത്. ബഹുമാനപ്പെട്ട ധാരാളം സാദാത്യങ്ങൾ വേറെയും ഇവിടെയുണ്ട്, ഉലമാക്കളുണ്ട്. അല്ലാഹു തആല നമുക്ക് ഒറ്റക്കെട്ടായി ഈ മഹത്തായ കാര്യം സമൂഹത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. എല്ലാവരും 300 ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളും ഈ സദസ്സിലുണ്ട്. 300 ക്ലാസ്സിൽ ഒരു ക്ലാസ് പോലും ഒഴിവാകാതെ 300 ക്ലാസ്സിലും പങ്കെടുത്ത ആളുകൾ ഉണ്ട്. 300 ക്ലാസ്സിലും ചായ കൊടുത്ത ആൾ ഈ കൂട്ടത്തിലുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ സുബഹി നിസ്കരിച്ച് വരുന്ന ആളുകൾക്ക് ചായയും കടിയും കൊടുക്കുക. എന്നിട്ടേ പരിപാടി തുടങ്ങുള്ളൂ. 7 മണിക്ക് ആരംഭിക്കും. കൊറോണക്കാലത്ത് കുറഞ്ഞ സമയം മാറിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നടത്തിയിട്ടുമുണ്ട് റബ്ബിൻ്റെ സഹായം കൊണ്ട്. അപ്പോൾ 313 അതിഗംഭീരമായി ബഹുമാനപ്പെട്ട നേതാക്കളുമായൊക്കെ കൂടിയാലോചിച്ച് റബീഉൽ ആഖിറിലും മറ്റോ ആയിരിക്കും 313 ആവുക. റബീഉൽ അവലിൻ്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞ് റബീഉൽ ആഖിറിലാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ആ നിലക്ക് നമുക്കത് ഭംഗിയായി നടത്തണം. അള്ളാഹു എന്ന ഈ പരിശുദ്ധമായ ആ ഇസ്മുൽ അഅ്ലമിൻ്റെ അതിനു വേണ്ടി അധ്വാനിക്കുകയും. ഇപ്പം ബഹുമാനപ്പെട്ട മൻസൂർ പുത്തനത്താണി നാളെ ഉംറക്ക് പോവാണ്. സ്ഥിരമായി നമ്മളെ ശ്രോതാവാണ്. ഉംറക്ക് പോകുന്ന തിരക്കിലും ഈ മജ്ലിസിൽ വന്നിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് വന്നു. റബ്ബിൻ്റെ സഹായം കൊണ്ട് അതിമനോഹരമായ ഒരു പാട്ട് പാടി. ആ പാട്ട് വഹ്ദത്ത് മാലയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ തങ്ങളുടെ വഹ്ദത്ത് മാലയിലെ വരികളാണ്. ആ വരികളെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വരി ഒരു 100 കൊല്ലം വ്യാഖ്യാനിക്കാണ്ട്. അത്രയും വലിയ വഹ്ദത്ത് മാലയെ പോലെ അള്ളാഹിനെ പരിചയപ്പെടുത്തിയ ഒരു കവിത ഉണ്ടാവില്ല. അത്രയും വലിയ കവിതകളാണ്. അപ്പോൾ അത് അതിമനോഹരമായ വരികളാണ് ആ പറഞ്ഞൊക്കെ. അള്ളാഹു അത് പാടിയ ആ ചുണ്ടിനും അതിനു വേണ്ടി അധ്വാനിച്ച അദ്ദേഹത്തിനൊക്കെ അള്ളാഹു തആല നരകം ഹറാമാക്കി തരട്ടെ. അത് കേട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ കാക്ഷിച്ച് ഈ മജ്ലിസിലിരുന്ന എൻ്റെ സഹോദരൻ ബഹുമാനപ്പെട്ട അമീദ് ഫൈസി അമ്പലക്കടവ് സദസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ബൈത്ത് ഇങ്ങനെ ചെല്ലുന്നത് ഞാൻ ചെവി കേട്ടു. അപ്പോൾ അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരും അള്ളാഹുവിൽ ലയിക്കുന്നവരാണ്. അതിനേക്കാളും വലിയ ഒന്നുമില്ല. അള്ളാഹു ആ നിലക്ക് ഇത് സമൂഹത്തിലെത്തിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതിന് 10,000-ഓളം ആളുകൾ ആഴ്ചയിൽ ഈ പ്രഭാഷണം കേൾക്കും. അവരൊക്കെ ഇതിൻ്റെ ഗുണകാംക്ഷികളാണ്. അവർ നടത്തുന്നതാണ് ദാറുൽ ഖുർആൻ. 2019 മാർച്ചിൽ തുടങ്ങിയിട്ട് അതുവരെയും പല കടങ്ങളും ബുദ്ധിമുട്ടും ദാറുൽ ഖുർആൻ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു കടമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒരു ഉസ്താദിനോട് ഈ മാസം ശമ്പളമില്ല എന്ന് പറയലോ 30-ാം തീയതി ശമ്പളം കൊടുക്കും, കടയിലെ പറ്റ് തീർക്കും, ഒന്നുമില്ല. ഒരു പൈസ കടമില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. അല്ലാഹ് കേൾക്കുന്ന ആളുകൾ കാനഡയിൽ നിന്ന് പൈസ അയക്കും, ലണ്ടനിൽ നിന്ന് പൈസ അയക്കും, എന്താ പറയുക സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പൈസ അയക്കും. ഒക്കെ മലയാളികൾ തന്നെ. പോർച്ചുഗലിൽ നിന്ന് പൈസ അയക്കും ചില ആളുകൾ, സ്വിറ്റ്സർലൻഡിൽ നിന്ന് പൈസ അയക്കുന്നു, നോർവേ നിന്ന് പൈസ അയക്കുന്നു, ലണ്ടനിൽ നിന്ന് സ്ഥിരമായി പൈസ അയക്കുന്നവരുണ്ട്. ഗൾഫ് നാടുകളെ പറയും വേണ്ടില്ല. അവരൊക്കെ അല്ലാഹ് എന്നുള്ള പ്രഭാഷണം അവർ എല്ലാ ആഴ്ചയിലും കേൾക്കും. അത് നമ്മുടെ ചിന്താഗതി മാറ്റിമറിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ചിന്താഗതികൾ മാറ്റിമറിച്ചു. ഈ ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവർ ഇല്ലായും വല്ലായും അള്ളാഹിനോടല്ലാതെ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി പറഞ്ഞേ ഉള്ളൂ. ആരോടും ഇല്ലായും വല്ലായും പറയാത്ത ആളുകളാണ് ഈ ക്ലാസ്സിൽ വരാറുള്ളത്.
ആ സ്വഭാവം നമുക്കൊക്കെ വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിലൊക്കെ ഈ 2019 മാർച്ച് മുതൽ ഇതുവരെയുള്ള സമയത്തിനുള്ളിൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് മരിച്ചവരും 2005 നവംബർ 5 2000 നവംബർ 5-ാം തീയതി മുതൽ ഈ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് മരിച്ചവരുമായ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. പിന്നെ നമ്മളെ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഒക്കെ പാവപ്പെട്ട മനുഷ്യന്മാരാണ്. എൻ്റെ ഉപ്പ ഒക്കെ ഇത്തരം സദസ്സിലൊക്കെ വരാൻ വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. അവരൊക്കെ ദീനിൻ്റെ ഖാദിമീങ്ങളുമായിരുന്നു. അവരുടെ സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും തങ്ങൾ ദുആ ചെയ്യും. ഇനി മറ്റൊരു ദുആയുടെ ആവശ്യം അടുത്ത ആഴ്ച നമ്മുടെ പിന്നെ എന്താ പറയുക ബ്ലോക്കിൻ്റെ ഹോസ്റ്റൽ ബിൽഡിങ്ങിൻ്റെ 2ാം നിലയിലെ 2ാം ഭാഗത്തിൻ്റെ വാർപ്പാണ്. അപ്പം നിഅമത്തുള്ള ആളുകളൊക്കെ അതിന് ദാനം ചെയ്യണം എന്ന് ഇവിടെയുള്ളവരോടും സോഷ്യൽ മീഡിയ ഉള്ളവരോടും അപേക്ഷിച്ചു കൊള്ളുന്നു. ആരെങ്കിലുമൊക്കെ കയ്യിൽ വല്ല നിഅമത്ത് ചെയ്യാൻ സൗകര്യമുണ്ടെങ്കിൽ ഒക്കെ ചെയ്യണം. ഇന്ന് ചെയ്യണം എന്നല്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അടുത്ത ആഴ്ചയാണ്. ഇതുവരെ തന്നതൊക്കെ നിങ്ങളെ ഒരു കടവും ഇല്ല. റബ്ബിൻ്റെ സഹായം കൊണ്ട് ഇതുവരെ കടമില്ല, ഒക്കെ ഭംഗിയായി പോകുന്നുണ്ട്. ഇതുവരെ തന്നതും നിങ്ങളാണ്. നിങ്ങൾ ഇനിയും തരുമെന്ന പ്രതീക്ഷയുമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒന്ന് ഒരു 50 ചാക്കോ 100 ചാക്കോ 10 ചാക്കോ 5 ചാക്കോ അവനാൽ കഴിയുന്ന സിമൻറ്റോ കമ്പിയോ ഒക്കെ തരാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലിരുത്തി ആ കാര്യം ഓരോരുത്തരും ആലോചിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സയ്യിദ് അവർകൾ ദുആ ചെയ്യും. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم أعزنا بعزتك وكرمنا بكرامتك ونور قلوبنا بنور معرفتك يا ذا الجلال والإكرام. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا وشفيعنا محمد. اللهم ارزقنا في الدنيا زيارته في الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واحشرنا غدا تحت ظل لوائه المعقود. اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين. اللهم إلى حضرات أصحاب البدريين والهديين والخندقين والتبوكين وسائر الصحابة والقرابة كلهم أجمعين. اللهم إلى حضرات ملائكة الله المقربين. اللهم إلى حضرات من لهم عندك مقام كريم. اللهم زدهم تشريفا وتكريما. اللهم بلئهم منا السلام. اللهم افض علينا من فيوضات ومدنا بمددهم وانصرنا بنصرة يا خير الناصرين. اللهم بحق وبجائهم اللهم يسر عسيرنا وسهل أمورنا وقل هوائجنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفقارنا يا رب العالمين. اللهم وإلى حضرات من ماتوا من أقربائنا كلهم أجمعين.
خصوصا وإلى حضرات من نويناهم بهذا يا رب العالمين. اللهم اجعل قبورنا قبورهم روضة من رياض الجنة ولا تجعل قبورنا قبورا مفرة من نفر النيران. اللهم آنس وحشتهم ونفس كربتهم ونفر محلتهم وارفع درجتهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. അർഹമർറാഹിമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയത് ഓതിയതിനൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളിവിടെ കേട്ടതും പറഞ്ഞതും ഓതിയതൊക്കെ റബ്ബേ നീ സ്വാലിഹായ സൽക്കർമ്മമായി ഞങ്ങൾ നിന്നെ ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കാനുള്ള സബബാക്കി തീർക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ മജ്ലിസിന്റെ മിസ്ലി സവാബിന് റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദിന്റെ മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത പലരുടെയും മാതാപിതാക്കളുടെ ആറടി മണ്ണിലാണ് റബ്ബേ. അവരുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ മിസ്ലി സവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാരത്രിക ജീവിതനെ റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളൊക്കെ ബർസഖിയായ ജീവിതനെ റാഹത്തിലും സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ല റാഹത്തുള്ള മരണം നൽകണേ റബ്ബേ. പടച്ചവൻ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഈ സ്ഥാപനവുമായി സഹായിക്കുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഞങ്ങളുടെയൊക്കെ മഈശത്തിന്റെ വഴി ഏതാണോ അതിനൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. എല്ലാവിധ ഹറാമുകളിൽ ഞങ്ങൾ അകറ്റി നിർത്തണേ റഹ്മാനെ. ആഖിറു സമാനിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് റഹ്മാനെ. എത്ര തന്നെ ഹറാമ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ഇബ്ലീസിന്റെ ചതി വലകളിൽ പെട്ടുപോവുകയാണ് റബ്ബേ. ഇബ്ലീസിന്റെ എല്ലാ ചതികളിൽ നിന്ന് ചതി വലകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾ അഹ്ലുകാരെ നീ കാക്കണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളും നീന്റെ ജീവിതത്തിൽ റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിവാഹപ്രായം എത്തിയവരുണ്ട് റബ്ബേ. അനുയോജ്യരായ നല്ല സ്വാലിഹീങ്ങളായ ഇടകളെ നൽകണേ റഹ്മാനെ. സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അവർക്ക് സന്താനമുണ്ടാകലാണ് ഖൈറെങ്കിൽ നല്ല സ്വാലിഹായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവൻ ഞങ്ങളുടെ ദുന്യവിയോ ഖുറവിയുമായ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത പല ആളുകൾക്കും ഞങ്ങൾക്ക് ഹൃദയങ്ങളിൽ 100 പ്രയാസങ്ങൾ പ്രതിസന്ധികളുണ്ട് റബ്ബേ. അതെല്ലാം നീ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തിൽ നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. നീ നൽകിയ സമ്പത്ത്, നീ നൽകിയ ആരോഗ്യവും നിന്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കുള്ള റഹ്മാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത പലരും രോഗികളാണ് റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. രോഗങ്ങൾക്കൊക്കെ നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ സലാമത്ത് നൽകണേ റഹ്മാനെ. രോഗികളായി കിടപ്പിലായിക്കൊണ്ട് മറ്റുള്ളവർക്കൊരു ഭാരമാകുന്ന രൂപത്തിൽ ഞങ്ങൾ ആരെയും നീ തളർത്തി കിടത്തല്ല റബ്ബേ. പടച്ചവനെ സാഹിര്യങ്ങളുടെ സിഹറുകളെ തൊട്ടും ലായനികളുടെ ലയനത്തുകളെ തൊട്ടും കണ്ണന്മാരുടെ കണ്ണൂറുകളെ തൊട്ടും റബ്ബേ ഞങ്ങൾക്കും ഞങ്ങൾ അഹ്ലുകാർക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. പൈശാചികമായുള്ള ഉപദ്രവങ്ങളിൽ ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നീ കാവൽ നൽകണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളിൽ നീ കാവൽ നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر ذنوبنا يا غفار المذنبين. آمين 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 برحمتك يا أرحم الراحمين. وصلى الله